കെട്ടുകഥകളേക്കാൾ ആഴവും പരപ്പും ജീവിതങ്ങൾക്കുണ്ട്. യാഥാർത്ഥ്യങ്ങളേക്കാൾ വൈകാരികതയും സങ്കീർണ്ണതയുമൊന്നും കെട്ടുകഥകൾക്ക് പറയാനില്ല. അതറിയണമെങ്കിൽ നാം ഉൾപ്പെടെയുള്ള മനുഷ്യജീവിതങ്ങളിലേക്ക് കണ്ണുകൾ തുറക്കണം. ഞാൻ കണ്ട ജീവിതത്തേക്കാൾ, അനുഭവിച്ച വേദനയേക്കാൾ, ആത്മാവ് തൊട്ടറിഞ്ഞ പ്രണയത്തേക്കാൾ ആഴമൊന്നും എൻ്റെ സ്വപ്നങ്ങൾക്കും ഞാൻ എഴുതുന്ന അക്ഷരങ്ങൾക്കും പറയാനുണ്ടാവുകയില്ല. ചിന്തകൾ വേരൂന്നാൻ തുടങ്ങിയ കൗമാരത്തിൻ്റെ ആദ്യനാളുകളിൽ ഒരു രാവ് ഉണർന്നെഴുന്നേറ്റത് പനയോലകളുടെ ശീൽക്കാരം കേട്ടും പനങ്കാറ്റിൻ്റെ ഗന്ധം ശ്വസിച്ചുമാണ്. ജീവിതം ഇടത്താവളമാക്കിയ ആ കാലവും പ്രായവും നാടുമെല്ലാം ഇന്നും ഒരിക്കലും അവസാനിക്കാത്ത ഗൃഹാതുരതയുണർത്തുന്നു. പാലക്കാടൻ കാറ്റും പനങ്കിളികളുടെ കൂട്ടങ്ങളും നിറമാറിയുടുക്കുന്ന നെൽവയലുകളും കരിമ്പനകളുടെ നിഴലും ഇന്നും ഓർമ്മകളിൽ തളംകെട്ടി കിടക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് അക്ഷരങ്ങളെ പകർത്തുമ്പോൾ അതിലെ തെളിനീരെങ്കിലും നിങ്ങളെ ഈറനാക്കിയേക്കാം. ആ ഓർമ്മകളിലൂടെയല്ലാതെ എനിക്ക് എഴുതുവാൻ ആവുകയില്ല. ആ ഓർമ്മകളിൽ മുങ്ങിനിവർന്ന രാധയും സേതുവും അലക്സും ഹേമയുമെല്ലാം നിങ്ങൾക്കും പരിചിതരാണ്. ജനനത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും മരണത്തിൻ്റെയും ആവർത്തനത്തിൽ പരിചിതമായ വിരസമായ നമ്മുടെ മുഖച്ഛായ തന്നെയാണവർക്കും. അനാദിയായ മരണത്തിൻ്റെ അമൂർത്തമായ ജീവിതത്തിൻ്റെ പകർപ്പെഴുത്ത്. ജിസ്മ ഫൈസ്.